എന്തുകൊണ്ടാണ് പേരൻസ് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പിള്ളേരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് ഒന്നും ലഭിക്കാനില്ല. ഓർമ്മകൾ ഉണ്ടാവില്ല. നാളെ ആണെങ്കിലും വലുതാവുമ്പോഴത്തേക്കും അപ്പനും അമ്മയും ആയിട്ടുള്ള ഓർമ്മകൾ, ആ മധുരമായ ഓർമ്മകൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയാൻ പറ്റും. എന്നുവെച്ചാൽ ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനുമായിട്ടുള്ള ഒരു ടൈം പേരൻസ് കണ്ടുപിടിച്ചേ പറ്റൂ. മാക്സിമം പിള്ളേരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ ജീവിക്കണം. അല്ലാതെ ജോലി തിരക്കും ബിസിനസിന്റെ തിരക്കും മാത്രമായിട്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? ഇവർ ലോകവുമായിട്ട് ഇവർ കൂടുതലായിട്ട് കണക്ട് ആവും. അതെ. സോഷ്യൽ മീഡിയയുമായിട്ട് ഇവർ എത്രമാത്രം കണക്ട് ആവുന്നു, അവിടെ എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ട്രാപ്പുകളാണെന്നുള്ളത് ആർക്കും അറിയില്ല. പേരൻസ് പിള്ളേരുടെ ലൈഫിൽ ഇടപെടാതിരിക്കുമ്പോഴത്തേക്കും, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ട് വേൾഡുമായിട്ട് കണക്റ്റഡ് ആവും. ഈ വേൾഡുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് അവർക്ക് ശരി. കാര്യം അപ്പനെയും അമ്മയും ഇവർക്ക് ആകുന്ന ഒരു സമയത്ത് കിട്ടുന്നില്ല. കൂടുതൽ സമയം ഇവർ വർക്കിന്റെ ഇതിലും കുക്കിങ്ങിന്റെ ഇതിലും ഇതെല്ലാം വേണം അല്ലെ? ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതെ, എല്ലാം വേണം. അതായത് ഇന്നുള്ള എല്ലാ അഡ്വാൻസ് ടെക്നോളജീസും പിള്ളേർ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനൊപ്പം തന്നെ അവർ ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കും. അത് സംസാരിക്കാൻ അല്ലാണ്ടും അത് അവർക്ക് തന്നെ ഒരു ഇൻഫ്യൂരിറ്റി ഫീൽ ചെയ്യും. എല്ലാം വേണം, പക്ഷെ കിട്ടുമ്പോൾ അതിന്റെ യഥാർത്ഥ ഗുണം പാരന്റ്സ് പറഞ്ഞു കൊടുക്കണം. ഈ പിള്ളേർക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ Exactly. അപ്പനും അമ്മയും തമ്മിൽ മക്കൾക്ക് ഉണ്ടാവണം. ഇത് ബന്ധമില്ലാതെ വരുമ്പോഴത്തേക്കും ആണ്ടില് സംക്രാന്തിയിൽ ഒരാൾ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോകുന്നു, പക്ഷെ ഈ പുള്ളിയാണ് നമ്മുടെ ചെലവെല്ലാം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളെ സംബന്ധിച്ച് നമ്മൾ മക്കളുടെ ലൈഫിൽ പോയിട്ട് ഇടപെടാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും അവർ കേൾക്കാൻ റെഡിയല്ല. കൊച്ചു നോക്കുമ്പോഴത്തേക്കും രാവിലെ ഒരു അപ്പനെ 1 മണിക്കൂർ കാണുന്നു, വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് അപ്പനെ 1 മണിക്കൂർ ആ കാണുന്നു. കാണുന്ന സമയങ്ങളാണ് ഈ പുള്ളി ഇട്ട് നന്നായിട്ട് കൊച്ചിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, നിന്റെ റിപ്പോർട്ട് ആ കാർഡ്. സമയത്ത് ഒഫീഷ്യലി ആള് വന്നിട്ട് മോനോട് പറയാണ്, നീ ഇന്നോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊച്ചി ഇയാളെന്തിനാ എന്നെ ഉപദേശിക്കുന്നത് അല്ലേ? പുള്ളി അറ്റാച്ച്മെന്റ് ഇല്ല. അതെ, അല്ല മക്കള് നോക്കുമ്പോഴത്തേക്കും തന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വീട്ടിലോട്ട് വരുന്നു, പുള്ളി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ബന്ധം എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല.